നമസ്കാരം. ഉത്തര കേരളത്തിൻ്റെ മഹോത്സവത്തിന് പൈതൃകത്തിൻ്റെ പെരുമയും സാംസ്കാരിക തനിമയും നൽകുന്നതാണ് അരങ്ങം ക്ഷേത്രത്തിലെ അരങ്ങത്തപ്പൻ്റെ മഹോത്സവകാലം. ജനുവരി 23 മുതൽ 30 വരെയുള്ള 8 ദിനങ്ങളിൽ മനസ്സിനോളം നൽകുന്ന വർണ്ണക്കാഴ്ചകളാലും ആസ്വാദ്യകരമായ കലാപരിപാടികളാലും സമ്പന്നമായ മഹോത്സവത്തിന് സാക്ഷ്യം വഹിക്കുന്ന ആഘോഷത്തിൽ 8 ദിവസങ്ങളിലും വ്യത്യസ്തങ്ങളായ സാംസ്കാരിക പാരമ്പര്യം ഉൾപ്പെടെയുള്ള കലാവിരുന്നുകളാണ് അരങ്ങത്തെ അരങ്ങുണർത്തുക. ആഘോഷങ്ങളിൽ ആത്മതേജസ്സിൻ്റെ ഇടങ്ങളായ ആരാധനാലയങ്ങളുടെ നിരയിൽ വടക്കേ മലബാറിലാകെ പ്രശസ്തിയുള്ളതാണ് ആലക്കോട് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രം. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പാരമ്പര്യമുള്ള ആലക്കോട് പ്രദേശത്തിൻ്റെ അധിപനായുള്ള മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ ജനുവരി 23 മുതൽ 30 വരെയുള്ള 8 ദിവസങ്ങളിലായിട്ടാണ് മഹോത്സവം നടക്കുക. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ആഘോഷത്തിൽ ആരംഭിച്ച് 21 വൈകുന്നേരം ശുദ്ധികർമ്മങ്ങളും 22 പുലർച്ചെ 5 മണി മുതൽ പൂജാതി കർമ്മങ്ങളും നടക്കും. വൈകുന്നേരം 4 മണിക്ക് ആലക്കോട് കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്രയോടെയുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്ര, തുടർന്ന് ഉത്സവം കൊടിയേറും. എല്ലാവർക്കും നമസ്കാരം. ആലക്കോട് സുപ്രസിദ്ധമായ അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ 2026 തിരുവുത്സവം ഈ ജനുവരി 23 കൊടിയേറ്റോടുകൂടി ആരംഭിക്കുന്നു. 8 ദിവസത്തെ ഈ നാടിൻ്റെ മുഴുവൻ തന്നെ ഒരു ദേശീയ ഉത്സവമായി മാറിയിട്ടുള്ള അരങ്ങം മഹാദേവൻ്റെ ഈ ഉത്സവം 30-ാം തീയതി ആറാട്ടോടുകൂടി അവസാനിക്കും. 28-ാം തീയതി ഭഗവാനെ ടൗണിലേക്ക് ആനയിച്ച് എഴുന്നള്ളിക്കുകയും കൊട്ടാരത്തിൽ ദേവാരപ്പരയിൽ അന്ന് വൈകുന്നേരത്തെ ദീപാരാധന നടത്തുകയും ചെയ്യും. ഇതാണ് 61 മുതൽ തുടങ്ങിയ ആ ഒരു സമ്പ്രദായം ഇന്നും ഒരു തെറ്റും വരുത്താതെ തുടർന്ന് കൊണ്ടുപോകുന്നു. ഇനിയും ആചാരകാര്യങ്ങളിൽ ഒരു മാറ്റവും ഇല്ലാണ്ട് അതുപോലെ തന്നെ പോവുകയും ചെയ്യും. എല്ലാ ഭക്തജനങ്ങളും ഈ ഉത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് ഉത്സവം ആസ്വദിക്കുന്നതോടൊപ്പം ഭഗവാന്റെ അനുഗ്രഹങ്ങളും വാങ്ങണം എന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. രാത്രി 8:30 മുതൽ കലാപരിപാടികളും ഭജൻ സന്ധ്യയും നടക്കും. 24-ന് കെട്ടുകാഴ്ച വരവ്, കൈകൊട്ടിക്കളി, തിരുവാതിര, ഡാൻസ്, ഗാനമേള എന്നിവയും തുടർന്നുള്ള ഓരോ ദിവസങ്ങളിലും ഡാൻസ്, കഥാപ്രസംഗം, നാടൻ കലാമേള, നാടകം, കഥകളി, നൃത്തങ്ങൾ, ഗാനമേള, ശിവതാണ്ഡവം, സംഗീത കച്ചേരി, കോമഡി ഷോ, ഗാനസുധ, മോഹിനിയാട്ടം, ശാസ്ത്രീയ നൃത്തങ്ങൾ, വയലിൻ കച്ചേരി, സാംസ്കാരിക സമ്മേളനം എന്നിവയും മഹോത്സവത്തിന്റെ സമാപന ദിനമായ 30-ന് ആറാട്ടും നടക്കും. രാത്രി ആർഷഭാരതം ബാലയും തുടർന്ന് കരിമരുന്ന് കലാപ്രകടനവും നടക്കും. 28-നാണ് നഗരപ്രദക്ഷിണം. 30-ന് നടക്കുന്ന ആറാട്ടിന് ശേഷം വൈകുന്നേരം 6 മണിക്ക് പാണി കെട്ടിയുള്ള തിരിച്ചെഴുന്നള്ളത്തും വലിയ കാണിക്ക ചടങ്ങും കൊടിമര ചുവട്ടിൽ പറയെടുപ്പും നടക്കും. മഹോത്സവത്തിൽ അരങ്ങത്തപ്പൻ്റെ തിടമ്പേറ്റാൻ ഇത്തവണയും എത്തുന്നത് തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം വകയായുള്ള ഗണപതി എന്ന കൊമ്പനാനയാണ്. അരങ്ങത്തപ്പൻ്റെ മഹോത്സവകാലത്ത് ക്ഷേത്രത്തിന് സമീപത്തുള്ള കണിക്കൊന്ന പൂക്കുന്നതിൽ ഇക്കുറിയും പതിവ് തെറ്റിച്ചിട്ടില്ല. അരങ്ങത്തപ്പൻ്റെ ആശീർവാദമുള്ള കണിക്കൊന്ന എന്ന നിലയിലാണ് ഭക്തജനങ്ങൾ ഈ കണിക്കൊന്നയെയും കണിക്കൊന്ന പൂക്കളെയും കാണുന്നത്. അഭിമാന നിമിഷങ്ങൾക്കായി അനന്തമൂല്യമുള്ള സ്വർണ്ണാഭരണങ്ങൾ. ട്രെൻഡും ട്രഡീഷനും ഒന്നാകുന്ന അപ്സര ജ്വല്ലറി നിങ്ങളുടെ മനസ്സിനിണങ്ങിയ പുത്തൻ BIS 916 സ്വർണ്ണാഭരണങ്ങളും 18 കാരറ്റ് 22 കാരറ്റ് ഡയമണ്ട് എന്നിവയുടെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. അപ്സര ജ്വല്ലറി, ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ.